നമസ്തേ, രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. പേരക്ക നോട്ടിരിക്കുക, നല്ല പേരക്ക. ഇങ്ങനെ വവ്വാൽ എന്തൊക്കെ തിന്നും എന്ന് ചോദിച്ചാൽ പേരക്ക തിന്നും, പിന്നെ എന്തൊക്കെ തിന്നും, പണ്ടങ്ങനെ പറയല്ലേ. നമുക്കിങ്ങനെ പേരക്കൊക്കെ തിന്ന് ഇങ്ങനെ ജീവിച്ചു പോകാം. ഞാൻ ഇന്ന് സ്മാർട്ട് സിറ്റി, ഓവർ സ്മാർട്ട് സിറ്റി ആയിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് വെറുതെ കണ്ട് വന്നതാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ പറയാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ കട്ടുമുടിച്ച് കൊണ്ടുവന്നല്ലേ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ചെയ്തേ ഒക്കുള്ളൂ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കഷ്ടമാണ്. ഈ സ്മാർട്ട് സിറ്റി ഓവർ സ്മാർട്ട് സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു ചെറിയ കച്ചവടമോ അല്ലെങ്കിൽ ഒരു 2-3 ആൾ ചേർന്നിട്ടൊരു പദ്ധതി തുടങ്ങുമ്പോൾ നമ്മളതിനൊരു എഗ്രിമെൻ്റ് വയ്ക്കും. ആ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണഗതിയിൽ നമ്മൾ 1-ാം പാർട്ടി 2-ാം പാർട്ടി എന്ന് തിരിക്കും. ഇപ്പോൾ എൻ്റെ ഭൂമി കൊടുത്തു, അതിലൊരാൾ കെട്ടിടം പണിയുന്നു. ആ കെട്ടിടം പണിത് കഴിഞ്ഞാൽ അതിന് മാസാമാസം ഇത്ര തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 1-ാം കക്ഷി ഇന്ന ദേശത്ത് താമസിക്കും, ഇന്ന വീട്ടിൽ താമസിക്കും, ഇന്നയാളുടെ മകൻ ഇത്ര വയസ്സ് എന്നെഴുതി, 2-ാം കക്ഷി ഇന്ന സ്ഥലത്ത് താമസിക്കും, ഇന്നയാളുടെ മകൻ ഇന്ന എന്ന് പറഞ്ഞ് എഴുതി, എന്നിട്ട് പരസ്പരം ഉണ്ടാക്കുന്ന കരാർ എന്നെഴുതും. അത് കഴിഞ്ഞിട്ട് ഈ പദ്ധതി പ്രകാരം ഇന്നയാൾ കൃത്യമായിട്ട് കെട്ടിടം പണിത് അത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം ഇന്നയാൾക്ക് കൊടുക്കണമെന്ന് എഴുതി വയ്ക്കും. ഈ പറയുന്ന സമയത്ത് കെട്ടിടം പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ ഈ 2-ാം കക്ഷി 1-ാം കക്ഷിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം മുടക്കിയിട്ടുള്ള പണം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അയാൾക്ക് ഈ സമയത്ത് ഇത് പൂർത്തിയാക്കിയിരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ എഗ്രിമെൻ്റ് ഓട്ടോമാറ്റിക്കലി ഇൻവാലിഡാവും. ഇങ്ങനെയൊക്കെ എഴുതാൻ ഇവിടുത്തെ സാധാരണ എഴുത്തുകാർക്ക് പോലും അറിയാം. പക്ഷേ ഇതൊക്കെ അതൊരു സാധാരണ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരസ്പര സഹായത്തിൽ തുടങ്ങുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇത്രയും സൂക്ഷ്മത നമ്മളെ വെണ്ടർമാർ നടത്താറുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റും മറ്റൊരു രാജ്യവുമായിട്ട് കൈകോർത്ത് നടത്തുന്ന ഒരു പദ്ധതിക്ക് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റില്ല പോലും. കഷ്ടമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇവിടുത്തെ ദാമോദരനായിട്ടുള്ള വെണ്ടറയോ അല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തുകാരെ വിളിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ടൊരു എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തു തരുന്നു. ഇത് ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഇത്രയും നിയമവിദഗ്ധരും ഇത്രയും IAS IPS ഇങ്ങനെയുള്ള വലിയ വലിയ ഡിഗ്രിയുള്ള ആൾക്കാരൊക്കെ കൂടിയിരുന്നിട്ട് ഉണ്ടാക്കിയ ഈ എഗ്രിമെൻറ്റിൽ അങ്ങനെ വ്യവസ്ഥ ഇല്ല പോലും. നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥ എന്തായിരുന്നു ആ പദ്ധതി തുടങ്ങിയിട്ട് കുറേ കാലമായി. നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടതാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ജോലി കിട്ടും, ഒരു വർഷത്തിൽ 1 ലക്ഷം പേർക്ക്, 2 ലക്ഷം പേർക്ക്, 3 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഇത് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുമ്പോഴും കൊല്ലം ഇരുന്ന് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ഈ 1-ാം കക്ഷിക്കാരനോ അല്ലെങ്കിൽ 2-ാം കക്ഷിക്കാരനോ ആരാ സ്റ്റേറ്റ് എന്നറിയില്ല, 1-ാം കക്ഷിയായിരിക്കും. ആ കക്ഷി എന്ന് പറയണ്ടേ, എടോ നിങ്ങൾ പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ നടക്കുന്നില്ല, ആകയാൽ ഇതാ ഞങ്ങളുടെ ഈ നോട്ടീസ് കിട്ടി, 10 ദിവസത്തിനകം പണി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ 1 വർഷത്തിനകം ഈ പറഞ്ഞ രീതിയിലുള്ള എഗ്രിമെൻ്റ് പ്രകാരമുള്ള പദ്ധതികൾ തീർത്തിട്ടില്ലെങ്കിൽ ഒരു സൗജന്യവും കൂടാതെ തന്നെ ഈ എഗ്രിമെൻ്റ് ഞങ്ങൾ സ്മാഷ് ചെയ്തതായിട്ട് അറിയിക്കും എന്നുള്ള ഒരു ഇത് വേണ്ടേ? നമ്മുടെ മുതലാളി ആരാമോൻ ആദ്യം UDF വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു മുതലാളി ഉണ്ടായിരുന്നു. അത് പിന്നെ അടിച്ചുടച്ച് ഈ പറയുന്ന CPM പറഞ്ഞു ആ എഗ്രിമെൻറ്റ് ശരിയില്ല, ഈ എഗ്രിമെൻറ്റ് ശരിയില്ല, ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നും പറഞ്ഞ് അവർ ഭരണത്തിൽ കയറിയപ്പോഴും പിന്നെ ഉണ്ടാക്കി. പിന്നെ ഇവരെ കൂട്ടി ചോദിച്ചു. ആ മുതലാളി വന്നു, ആ മുതലാളി അറബികളെയും കൊണ്ടുവന്നു. ഈ മുതലാളി അങ്ങോട്ട് പോയി, അവിടുത്തെ അറബികളെ കണ്ടു ഉമ്മ വെച്ചു, ഇവിടുത്തെ ഇങ്ങോട്ട് വന്ന് ആ അറബി ഇവിടെ ഉമ്മ വെച്ചു. ഇങ്ങനെ ഉമ്മ വെച്ച് കളിച്ച് അവസാനം സംഗതി ഒന്നും നടക്കില്ല. ഇത് കൃത്യമായിട്ടുള്ളൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള
കള്ളക്കളിയായിരുന്നു എന്ന് സംശയിക്കാതെ വയ്യ. കൃത്യമായിട്ടും ഇതിൽ ഉഴപ്പിക്കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് സ്ഥലം മൊത്തം വേണ്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും വിറ്റ് പുട്ടടിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ആൾക്കാരല്ല, നല്ല ഗതിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് നമ്മൾ ആലോചിക്കണം. സാധാരണ ഏതെങ്കിലും ഒരാൾ വിശന്നിട്ട് വല്ലതും മോഷ്ടിച്ചാൽ അയാളെ കൊണ്ട് ജയിലിലിടും. ഇതങ്ങനെയല്ല. ഈ ജനങ്ങളുടെ മുഴുവൻ സ്വത്തും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ കറക്ക് കമ്പനിയാണ് ഈ പറയുന്ന സ്മാർട്ട് സിറ്റിക്ക് പുറകിലുള്ളത് എന്ന് പറയാതെ വയ്യ. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. ഇത് തുടങ്ങി വെക്കുക, എന്നിട്ട് ഒന്നും ആവാതിരിക്കുക. 5-10 കൊല്ലം ഞങ്ങൾ നോട്ടീസൊന്നും അയക്കില്ല, ഞങ്ങളതിൻ്റെ പുറകെ വരില്ല. 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വേണ്ടത് തന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെടുക്കും എന്നുള്ള കൃത്യമായ ധാരണയിലാണ് ഇത് മുന്നോട്ട് പോയത്. അതല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന കക്ഷികൾ, സ്മാർട്ട് സിറ്റി പടുത്തുയർത്താമെന്ന് പറഞ്ഞ കക്ഷികൾ, ആ കക്ഷികൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഏത് വകുപ്പാടോ പിണറായി വിജയ? ഏത് വകുപ്പാണുള്ളത്? പണി തീർക്കേണ്ടവൻ പണി തീർക്കാതെ മാറി നിന്നാൽ അവനെ പുറത്താക്കാനുള്ള വകുപ്പല്ലേ വേണ്ടത്? അവരെ വിളിച്ച് ഇന്നാ ചാമ്പിക്കോ എന്ന് പറഞ്ഞ് പണം കൊടുക്കുന്നതാണോ രീതി? അതാണോ മര്യാദ? ഇവിടുത്തെ മനുഷ്യരുടെ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇതാ വരുന്നു ലക്ഷക്കണക്കിന് ജോലി, അതാ ജോലി, ഈ ജോലി, മറ്റേ ജോലി വരുന്നു, കൊല്ലം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ സംഭവം നേരിട്ടും അല്ലാതെയും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ കൊച്ചിയിലെ കണ്ണായ ഭൂമി 240 ഏക്കർ ഭൂമി കൊടുത്തത്. എന്നിട്ടിപ്പോൾ പറയുന്നു ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, അവർക്ക് പണം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഭൂമിയൊക്കെ കാട് പിടിച്ച് അത് പ്രേത ഭൂമിയായിട്ട് മാറും. ആരാണ് ഉത്തരവാദി? അങ്ങനെ പ്രേതഭൂമിയായി മാറുന്നുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? പിണറായി വിജയനല്ലേ? അല്ലേ? വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ആരുണ്ടാക്കുന്നതാണ്? ആ വേണ്ടപ്പെട്ടവരുണ്ടാക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഇതിൽ അറബികൾ വന്ന് എത്ര ഉദ്ഘാടനം കഴിഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. 1 അല്ല 2 അല്ല, പല ഉദ്ഘാടനവും കഴിഞ്ഞു. നോക്കൂ, ഒരു വശത്ത് ഉമ്മൻചാണ്ടിയും അറബിയും, മറുവശത്ത് പിണറായി വിജയനും അറബിയും ഒട്ടകവും പോലെ മാറി മാറി ഉദ്ഘാടിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചർച്ച, ഇങ്ങോട്ട് ചർച്ച, പിന്നെ ചർച്ച. കണ്ടോ മുതലാളി ഇങ്ങനെയൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടന്ന് മുതലാളി നടന്നിട്ടും സ്ഥിതി എന്താണ്? കഷ്ടമാണ്. നമ്മുടെ ഭൂമി ആ ഭൂമി അവർക്ക് വേണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് മുൻകൂട്ടി കണക്കാക്കിയിട്ട് ഇതാ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുന്നു. ഒരു മന്ത്രി പറഞ്ഞതാണ്, ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്, നമ്മളെന്തിനാണ് ഇത് ഇങ്ങനെ അല്ലാതാക്കുന്നത്? അത്രമാത്രം ശരിക്കും നമുക്കറിയാം. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും രാജാവിനെ കാണുന്നു, എന്തൊക്കെ ചർച്ചകൾ നടത്തിയത്. ആ ചർച്ചകളൊക്കെ നമുക്ക് കാണാം. ഇതേപോലെ നോക്കൂ. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ആൾക്കാരാണ്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ട്, എന്നിട്ട് ഇവിടെ ഇത് നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന്
ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ ഈ ഈ ചിത്രങ്ങളൊക്കെ കാണിച്ചതിൽ ഒരു വ്യക്തി കൂടെ എപ്പോഴുണ്ട്. അത് UDF ആയിരുന്നപ്പോഴും ആ വ്യക്തിയുണ്ട്, LDF ആയിരുന്നപ്പോഴും വ്യക്തിയുണ്ട്. ആ വ്യക്തി ലോകം മുഴുവൻ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ബിസിനസ് അറിയാഞ്ഞിട്ടാണോ? അദ്ദേഹമായിരുന്നല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടി യോജിപ്പിക്കാൻ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും ഒക്കെ കൂട്ടി യോജിപ്പിക്കാൻ നിന്ന് അദ്ദേഹത്തിന് ബിസിനസ് അറിയാനായിട്ടാണോ? അദ്ദേഹം ആണല്ലോ ഈ പദ്ധതിക്ക് മുന്നിട്ടിറങ്ങിയത്. എന്നിട്ട് അദ്ദേഹത്തിന് ഈ പദ്ധതി, അദ്ദേഹം ഈ പദ്ധതിയുടെ തൊട്ടടുത്ത് 2 വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി 10 നില 20 നില ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇതിങ്ങനെ ചത്ത് കിടക്കുന്നത് അറിഞ്ഞിട്ടും ഈ പിണറായി വിജയൻ, സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സുഹൃത്തായിട്ട് തോളെ കയറ്റി കിടക്കുന്ന പിണറായി വിജയനോട് പറഞ്ഞുകൂടായിരുന്നോ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് അറബികളെ ഒഴിവാക്കിയിട്ട് അത് വേറെന്തെങ്കിലും ചെയ്യണമെന്ന് ഈ മുതലാളി പറഞ്ഞില്ലോ. അപ്പോൾ ഈ മുതലാളിക്ക് ഇതിൽ വല്ല പങ്കുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റുണ്ടോ? മുതലാളിക്ക് ഇതിൽ പങ്ക് ഉണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റില്ല. കാരണം ആ മുതലാളി ഈ കള്ളക്കളിക്കൊക്കെ കൂട്ടുനിന്നല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും വിലയുള്ള സംഗതി എന്താ വെച്ചാൽ ഭൂമിയാണ്. ഒരു സംശയം വേണ്ട. 246 ഏക്കർ ഭൂമി ആ കൊച്ചിയുടെ ഹൃദയത്തിൽ, അതിനാവശ്യക്കാരുണ്ടാവും, യാതൊരു സംശയവും വേണ്ട. മന്ത്രി പറഞ്ഞത് ശരിയാണ്. എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് ഇത്ര തരാം, ഇത്ര കമ്മീഷൻ തരാം എന്ന് പറഞ്ഞ് നടക്കാൻ മുതലാളിമാർ ഇവിടെ ഉണ്ട്. മുനമ്പത്തൊക്കെ അങ്ങനെയാണല്ലോ ആൾക്കാർ ഓടി നടക്കുന്നത്. മുനമ്പത്തെ ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വഖഫിൻ്റെ നിലയിൽ അത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊച്ചിയിൽ ഈ പറയുന്ന ഓവർ സ്മാർട്ട് സിറ്റി കൈയടക്കാൻ ധാരാളം പേര് ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. ആ ക്യൂ നിൽക്കുന്നവർക്ക് വേണ്ടി ഇത് വീതിച്ച് നൽകാൻ, അത് വീതിച്ച് നൽകുമ്പോൾ ഈ നേരത്തെ കൊണ്ടുവന്ന ഇതിലെ വെറുതെ ഒരു ഡമ്മിയായിട്ട് നിർത്തിയിരിക്കുന്ന ആ ദുബായ് കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കാമെന്ന്. മറ്റതൊക്കെ കോടതിയിൽ പോയ സമയം എടുക്കില്ല, കേസായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. കാരണം ഈ ഭരണം ഈ 2 കൊല്ലത്തിനിടയ്ക്ക് ഈ പരിപാടി കച്ചവടം നടത്തുന്നേ. ഇനിയൊരു അവസരം കിട്ടിയില്ലല്ലോ, അതിൻ്റെ ഇടയിൽ ഈ കച്ചവടം നടത്തിയിട്ട് കിട്ടുന്നത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകണം. അതാണ് ഉദ്ദേശം. കാത്തിരുന്ന് ഇത് ഏത് കോടതിയിൽ പോയാലും കോടതിക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ ഇതിൽ തെറ്റുകാരാണെന്ന്? കൃത്യമായിട്ട് എഗ്രിമെൻ്റ് ഇല്ലേ? ഇത്ര സ്ക്വയർ ഫീറ്റ് ഓരോ വർഷവും പൂർത്തിയാക്കണമെന്നുള്ള വ്യവസ്ഥ ഇതിനകത്തില്ലേ? ആ വ്യവസ്ഥ പാലിക്കാത്തത് കൊണ്ട് തന്നെ ഈ ദുബായ് കമ്പനിയാണ് ഇതിൽ തെറ്റുകാരാണെന്ന് നിശ്ചയിക്കാൻ ഏത് കോടതിക്ക് ഒരുപാട് സമയം വേണം. അതല്ല, പിണറായി വിജയൻ ഇതിലെന്തെങ്കിലും കൊനക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് കോടതിക്ക് തിരിച്ചറിയാമല്ലോ. ഈ സർക്കാർ ഇത് മുന്നോട്ട് പോകാതിരിക്കാൻ എന്തെങ്കിലും കൊനക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഈ പറയുന്ന സർക്കാരാണെന്നും കോടതിക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയാണ് നഷ്ടപരിഹാരം കൊടുക്കണം, വേണ്ടി വരും. ഇതല്ല, അവർ കൃത്യമായിട്ട് ഓരോ വർഷവും പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ ഘടന പൂർത്തിയാക്കിയിട്ടില്ല. ആകയാൽ നിങ്ങൾക്ക് ഇനി മേലിൽ സമയം തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് മൂടും തട്ടിപ്പോകാം എന്നല്ലേ പറയേണ്ടുന്നത്. അങ്ങനെ പറയാത്ത ഇടത്തോളം ഇത് ആരുടെ തെറ്റാണ്? ഇത് കൃത്യമായിട്ട് രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോയ ഒന്നാന്തരം ഒരു കൊള്ളയാണ് എന്ന് പറയാതെ വയ്യ. ആ കൊള്ളയ്ക്ക് കേരളത്തിലെ സമൂഹം കൂട്ടു നിൽക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം നമ്മളങ്ങനെയാണല്ലോ, ഈ കൊള്ളക്കാരനെ തിരഞ്ഞെടുത്തത് നമ്മളാണ്, ഈ കൊള്ളക്കാരെ തിരഞ്ഞെടുത്തത് നമ്മളാണ്. അപ്പം ശരിക്കും മൂട്ടിന് അടി കിട്ടേണ്ടത് നമുക്കാണ്. അവരുടെ മൂട് പൊന്തിച്ചിട്ട് ചൂരൽ വെടിവെച്ച് 2 എണ്ണം കൊടുക്കാൻ കഴിവില്ലാത്ത ഈ സമൂഹം, അവരെ അങ്ങനെയാക്കിയ രാജാക്കന്മാരാക്കിയ ഈ സമൂഹം തന്നെയാണ് തെറ്റ് ചെയ്തത്. അനുഭവിക്കാതെ വയ്യ. പക്ഷേ നമ്മുടെ കുട്ടികൾ, നമ്മുടെ തലമുറ അനുഭവിക്കേണ്ടുന്ന സ്വത്തുവകകളാണ് ഈ പല വായിലേക്ക് പോകുന്നത്. അത് മനസ്സിലാക്കണം.
കേരളത്തിൻ്റെ മണ്ണ് അല്ലെങ്കിൽ സർക്കാർ വില കൊടുത്ത് വാങ്ങിയ മാറ്റിവെച്ച ഭൂമി, ആ ഭൂമി തമ്പ്രാക്കന്മാർക്ക് വീതിച്ചു കൊടുക്കാനുള്ളതല്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതിന് ആ രീതിയിൽ തന്നെ പ്രതികരിക്കണം. സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം. എന്തുകൊണ്ടിത് ചെയ്തില്ല എന്ന് ചോദിക്കാൻ പഠിക്കണം. എവിടെ വന്നാലും മന്ത്രിമാർ വന്നാൽ നിങ്ങൾ ഞങ്ങളെ കട്ടുമുടിക്കാനാണോ ഭരിക്കുന്നത് എന്ന് ചോദിക്കാൻ നാവ് പൊന്തണം. പ്രതിപക്ഷം കോമാളികളായിട്ടിരിക്കരുത്. ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ എത്ര ശബ്ദം ഉയർന്നു എന്ന് നോക്കാം. ഏതൊക്കെ നേതാക്കൾ ഈ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ സംസാരിച്ചു എന്നൊന്ന് ജനം സൂക്ഷ്മതയോടെ പഠിക്കുക. കുനിഞ്ഞു നിന്നാൽ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സർക്കാർ. ഏത് വിധത്തിലാണ് ആ സർക്കാർ? ഇപ്പോൾ 5 കൊല്ലം മുമ്പ് ഒരു ഉൽപ്പന്നത്തിനും വില കയറ്റില്ല എന്ന് പറഞ്ഞ സർക്കാർ വില കയറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഒരു വീട് വയ്ക്കാൻ പണ്ടൊക്കെ 1000 രൂപയോ 2000 രൂപയോ കൊണ്ട് പോയാൽ പെർമിറ്റ് കിട്ടുമായിരുന്നു. ഇന്ന് കിട്ടുമോ? കിട്ടില്ല. നികുതി കൂട്ടി. ഇനി കൂട്ടാനെന്താ ഉള്ളത്? കറണ്ട് ചാർജ് കൂട്ടി, സകല കരങ്ങളും കൂട്ടി മനുഷ്യനൊരു വഴിക്കായി. 5 കൊല്ലം കൂടുമ്പോൾ കിറ്റ് കൊടുത്ത് രാജാവാകുന്ന രാജാവായി പിണറായി വിജയൻ. ദാരിദ്ര്യം പിടിച്ചവന് കിറ്റെങ്കിൽ കിറ്റ്. അങ്ങനെ വീണുപോയതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് എടുത്ത് അത് ഞങ്ങൾ ചെയ്തതാണ്, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പരസ്യം ചെയ്ത് പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു സർക്കാർ കേരള സർക്കാരാണ്. സംശയിക്കേണ്ട കാര്യത്തിൽ ഇപ്പം കിട്ടും ഞങ്ങളുടെ മക്കൾക്ക് ഇപ്പം തൊഴിൽ കിട്ടും. കേരളത്തിലെ കുട്ടികളൊക്കെ ഇന്ന് ദുബായിലും അറബി രാജ്യങ്ങളിലും യൂറോപ്പിലും എന്തിന് ചൈനയിലും അവിടെയും ഇവിടെയും പോയി കഷ്ടപ്പെടുകയാണ്. പലരും തട്ടിപ്പപ്പെടുന്നു. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ, ടെക്നിക്കലായിട്ട് കഴിവുള്ള കുട്ടികൾ, അവർക്ക് കേരളത്തിൽ തൊഴിലില്ല. കേരളത്തിൽ എന്ത് മണ്ണാങ്കട്ടയുള്ളത്? കിറ്റക്സ് ഉണ്ടായിരുന്നു, അതിനെയും ഇവിടുന്ന് ഓടിച്ചു. ഒരു പ്രൈവറ്റ് കമ്പനിയെ പോലും ഈ കേരളത്തിന് നിലനിർത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്കൂ, അപ്പോൾ തലയെക്കെട്ടും കിട്ടി ഇറങ്ങും. കമ്പനി തുറക്കാനല്ല ശ്രമിക്കുന്നത്, കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം. ഒരിക്കലും നന്നാവരുത്, ഞങ്ങൾ മാത്രം നന്നായാൽ മതി എന്ന് ശഠിക്കുന്ന ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം മിക്കവാറും ഇപ്പോൾ അഥവാ അടുത്ത തവണ 3ാം ഘട്ടം കിട്ടിയില്ലെങ്കിലോ അതിനു മുമ്പ് വിൽക്കാനുള്ളതൊക്കെ വിൽക്കണം, കിട്ടാനുള്ളതൊക്കെ വാങ്ങി വയ്ക്കണം, കുടുംബത്തിന് ആവശ്യത്തിനുള്ളതൊക്കെ വാങ്ങി വയ്ക്കണം എന്നുള്ളത്. ഇപ്പോൾ മാസപ്പടി എന്തൊക്കെ കേട്ടു നമ്മൾ? ആരെങ്കിലും അന്വേഷിച്ചോ? എന്തെങ്കിലും നടപടിയുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് BJPക്കാരിങ്ങനെ പറയുന്നത് കേൾക്കാം, സ്വർണ്ണക്കിണ്ടി, സ്വർണ്ണ തളിക, മറ്റത് മറിച്ചത്, സ്വപ്ന, എന്തൊക്കെ പറച്ചിലായിരുന്നു. ഈ ഇത്രയും വലിയ കേന്ദ്രവും അവരുടെ അന്വേഷണ സംഘം ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും തെളിയിക്കാനും പറ്റുന്നില്ല. തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് കൊണ്ടാണോ എന്ന് ജനം സംശയിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആപ്പൂരിയ കുരങ്ങൻ്റെ അവസ്ഥയാണ്. ഞങ്ങളത് പറഞ്ഞാൽ നിങ്ങളത് പറഞ്ഞാൽ ഞങ്ങളിത് പറയും, ഞങ്ങളിത് പറഞ്ഞാൽ നിങ്ങളത് പറയും. പരസ്പരം ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ പറയുന്ന ചംച്ച എന്നുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് ഇങ്ങനെ തന്നെ തുടരും. അതുകൊണ്ട് നമുക്ക് സ്മാർട്ട് സിറ്റി ഇനി ഓവർ സ്മാർട്ട് സിറ്റി ആയിട്ട് അവരുടെ പിണിയാളുകൾക്ക് വിഹരിക്കാനുള്ള കേന്ദ്രങ്ങളായിട്ട് ആ ഭൂമി മാറും എന്നുള്ളതിൽ സംശയമില്ല. കോടതി ഇടപെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കോടതിയിൽ പോയിട്ടില്ലെങ്കിൽ, ഈ എഗ്രിമെൻറ്റിനെ കുറിച്ച് ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ, എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്ന് ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ, കേരളത്തിലെ ഈ ആകെ പട്ടിപറ്റി കിടക്കുന്ന
ഭണ്ഡാരമാണ് കേരളത്തിൻ്റെ ഭണ്ഡാരം. ആ ഭണ്ഡാരത്തിൽ അരികിലോ മൂലയിലോ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് എടുത്ത് അവർക്ക് കൊടുത്താൽ, അതല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നാട്ടുകാരെ കൊള്ളയടിച്ച് ഇതേപോലെ കറണ്ട് ചാർജ് കൂട്ടിയും മറ്റ് ഇനങ്ങൾ കൂട്ടിയിട്ടും വരുന്ന നക്കാപ്പിച്ച അത് കോടിക്കണക്കിന് രൂപ അത് കൊണ്ടുപോയി ഈ ദുബായ് കമ്പനിക്ക് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയന് സമാധാനമാവും. ദാരിദ്ര്യത്തെ കൊണ്ട് മുട്ടിട്ടടിയുന്ന ഒരു സ്റ്റേറ്റാണ് കേരള സ്റ്റേറ്റ്. ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാത്തൊരു സ്റ്റേറ്റ്. പിൻവാതിലൂടെ ജോലി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്. കോടിക്കണക്കിന് മനുഷ്യർ, കുട്ടികൾ അലഞ്ഞു നടക്കുന്ന ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിന് ഇതിനപ്പുറം എന്ത് കിട്ടാനാണ്? ഇത് ഏറ്റുവാങ്ങാൻ അവസാനമായി പറയാം, മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയൊരു കഥാപാത്രം ഇന്നത് അറം പറ്റിപ്പോയതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഈ മാൻഡ്രേക്കിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇരിക്കുന്നിട്ട് മുടിഞ്ഞു പോകും എന്ന് പറയുന്ന ആ സംഭവം സത്യമായിട്ട് വരും. ഓരോ നിമിഷവും ആ ഇരിക്കുന്നിടത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ആരെങ്കിലും ഇതിനെ ഏറ്റുവാങ്ങും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.